ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പം നമ്മുടെ തേഴ്സ്ഡേ ലഞ്ച് അവിടെ റെഡിയായി. ഇന്ന് പാറക്കുട്ടൻ അവധിയായിരുന്നു. കളക്ടർ നല്ല സന്തോഷത്തോടെ അവധിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഴയുമില്ല വലിയ കാര്യമായിട്ട്. അപ്പം ഞാൻ ഓർത്തു അല്ലെങ്കിൽ അവൾക്ക് ഭവൻസിലേക്ക് ഫിഷ് ഒന്നും കൊടുത്തു തരാൻ പറ്റില്ല. അപ്പം ഇന്ന് അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ ഉണ്ട്. ഫിഷ് കറിയിൽ 2 ടൈപ്പ് ഉണ്ട്. ചാള വേറൊരു സ്റ്റൈലിൽ വെച്ചതും ഈ ഒരു സ്റ്റൈൽ, 2 അമ്മമാർ കുക്ക് ചെയ്ത് 2 ടൈപ്പ് ചാള. അപ്പം നമുക്ക് പ്ലേറ്റ് ചെയ്താൽ എനിക്ക് നന്നായിട്ട് വിശക്കുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരി ചോറ്. ചോറ് വിളമ്പിയിട്ടുണ്ട്. പാത്തക്കൂട്ടനൊക്കെ ഊണയിക്കാൻ വെയിറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫസ്റ്റ് നമുക്ക് ഈ മീൻകറി കുറച്ച് ട്രൈ ചെയ്യാം. വാവ്, ഇത് മാങ്ങയിട്ട മീൻകറിയാണ്. ആഹാ, നല്ല സ്വാദ്. ഇനി ഈ ഫിഷ് കറി ട്രൈ ചെയ്യാം. ഇത് കുടംപുളി ഇട്ട മീൻകറിയാണ് കേട്ടോ. മീനിൻ്റെ മുട്ട കിടക്കണുണ്ടോ? എനിക്ക് കറിയിലിട്ട മീൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഹായ്, ഇതൊരെണ്ണം ആദ്യത്തെ വായിലിട്ട് കേട്ടോ. എൻ്റെ വായിൽ കൂടെ കപ്പലൊടിക്കാം. അപ്പം അതിൽ നിന്ന് ഞാനൊരു ഫിഷ് എടുത്ത് കുറച്ച് ഗ്രേവി ഒഴിച്ച് വെച്ചു. ഇത് നമ്മൾ അച്ചിങ്ങ മെഴുക്ക് വരട്ടി. ചിലരിത് പയറെന്ന് പറയാം. കൊച്ചി സൈഡിലേക്ക് അച്ചിങ്ങ എന്ന് പറയും. പാലക്കാട് സൈഡിലേക്ക് പയറെന്നാട്ടോ പറയാം. അവരെ അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങിലെ കരിക്കിൻ്റെ അതില്ലേ, അതിന് അച്ചിങ്ങ എന്ന് പറയാം. അപ്പോൾ കുറച്ച് അച്ചിങ്ങ മെഴുക്ക് വരട്ടി എടുത്തു. ഇനി ഇത് മീനില്ലാതെ എങ്ങനെ മീൻ കറി ഉണ്ടാക്കാം, ഒരു ദിവസം ഞാനിതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അച്ഛന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അച്ഛൻ ഓൾറെഡി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പം അത് വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരി ടേസ്റ്റ് ചെയ്യാം. ഇനി ഇന്ന് കുറേ നാളായി ഞാൻ എൻ്റെ കട്ടത്തൈര് മിൽക്കി മിസ്റ്റിൻ്റെ കൂട്ടിയിട്ട് എന്തായാലും ഞാൻ കൂട്ടും. കട്ടത്തൈരും ചോറും മീൻ വറുത്തതും. ആരും അനുകരിക്കേണ്ട, അത്ര നല്ലതല്ല എന്നാ പറയാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പപ്പടവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കറിയുടെ ഒരു കുറവുണ്ടല്ലേ. അയ്യോ, സാമ്പാർ ഉണ്ടായിരുന്നു, ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഇന്ന് സാമ്പാറുണ്ട്. 2 ടൈപ്പ് മീൻകറി, 3 ടൈപ്പ് മീൻകറി, 2 ടൈപ്പ് മീൻകറി, ഒരു മീനില്ലാത്ത കറി ഉണ്ട്. അപ്പം സാമ്പാർ എടുക്കുന്നില്ല. കഴിച്ചാലോ? ഇരുന്ന് കഴിക്കാം അല്ലേ. കടുമാങ്ങ വേണമാ മറന്നുപോയി. നമുക്ക് തൈരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കടുമാങ്ങ കഴിക്കണം എന്നാ. ആഹാ, നോക്കിയേ, ഞാൻ തൈരിൻ്റെ മുകളിലേക്ക് കടുമാങ്ങ വെച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചാലോ? ടൈം കളയണ്ട. അപ്പം ആദ്യം ഞാൻ ഈ മീനില്ലാത്ത മീൻകറി ഒരു സൈഡിലേക്ക് വെക്കുവാണ്. എനിക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടത്, കുറേ ദിവസമായി തൈര് കൂട്ടി ഉണയിച്ചിട്ടെ, നല്ല തൈരിങ്ങനെ നന്നായിട്ട് ഉടച്ചിട്ട് ഒരു മീൻ വറുത്തതിൽ ഒരു കഷ്ണം ഇങ്ങനെ അതിലേക്ക് വെച്ചിട്ട് കുറച്ചുകൂടെ തൈര് കഴിക്കാം. മീൻ വറുത്ത കുറച്ച് കുറച്ച് ഇവിടെ ഇത് കഴിക്കുന്നത് ശരിക്കും വഴക്കാട്ടോ. തൈരും മീനും കഴിക്കുന്ന അച്ഛനും ഏട്ടനൊക്കെ പറയും. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലേ, പണ്ട് കഴിക്കരുന്നതാണ് ഞാൻ തിരിച്ച് അടുക്കളയിൽ നിന്ന് മീനെടുത്ത് കുഴിച്ചിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ തൈര് കുഴിച്ചിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ടുകൊണ്ട് വരും. ഇവർ കാണാതെ കൊണ്ടുവരുന്നു. ഭയങ്കര തെമ്മാടിയായിരുന്നു. കടുമാങ്ങയും തൈരോടെ ഉണ്ടല്ലോ. നമുക്ക് മീൻ കറി ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ഈ മീനിൻ്റെ മാങ്ങ ഇങ്ങനെ ഉടച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണം മീൻ എടുത്തിട്ട് നല്ല പുളിയുള്ള മാങ്ങ. അച്ചിങ്ങുപ്പേരിക്ക് വിഷമായാലോ. കടുമാങ്ങ. അപ്പം ഞാൻ കഴിച്ചത് കേട്ടെ. എല്ലാവർക്കും ബൈ ബൈ.